സ്ഫോടന ശബ്ദമുണ്ടായത്. ഇപ്പോൾ മതീഷൻ മുതുകാട് നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹം ബഹ്റൈൻ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ മുതുകാട്, താങ്കൾ കേൾക്കാമോ? ശ്രീ ഗോപിനാഥ് മുതുകാട്, താങ്കൾ കേൾക്കാമോ? ശ്രീ ഗോപിനാഥ് മുതുകാട്, താങ്കൾക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. താങ്കൾ ഇപ്പോൾ ബഹ്റൈനിലെ വിമാനത്താവളത്തിലാണല്ലേ? അല്ലല്ല, ഖത്തറിലാണ്. ഖത്തറിലെ വിമാനത്താവളത്തിലാണല്ലേ? അവിടെ വ്യോമപാത അടച്ചതിൽ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. എപ്പോഴാണ് അറിഞ്ഞത് ഈ വ്യോമപാത അടച്ചു എന്നുള്ള വിവരമൊക്കെ? ഇത് ബോർഡിങ്ങിന്റെ തൊട്ട് മുമ്പാണ് അറിഞ്ഞത്. പെട്ടെന്ന് ഒരാൾ വന്ന് പറഞ്ഞു ഫ്ലൈറ്റ്സ് എല്ലാം സ്റ്റക്കാണ്, പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇവിടെ ഇരുന്നു. ഇത്രയും നേരം ആയിപ്പോ, ഏകദേശം 2.5 മണിക്കൂർ ആയി. ഒരു വിവരവും ഇല്ല, ഒരു അറിയിപ്പും ഇല്ല, ഒരു അനൗൺസ്മെന്റും ഇല്ല, ഒന്നുമില്ല. വെയിറ്റിംഗ്, ഇത്രയേ ഉള്ളൂ. അവിടെ മലയാളികൾ എത്ര പേരുണ്ട് താങ്കൾക്കൊപ്പം നാട്ടിലോട്ട് വരാനിരിക്കുന്ന, അറിയാമോ? കുറേ പേരുണ്ട്, ആളുകളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ കോഴിക്കോട്ടേക്കും പിന്നെ എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും പോകുന്ന കുറെ ആളുകളുണ്ട്. ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നിർദ്ദേശം ലഭിക്കുന്നുണ്ടോ? ഇല്ല, അറിയിപ്പൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് അവർക്കും കൺഫ്യൂസ്ഡ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. 9 മണിക്ക് ആദ്യം ഓപ്പൺ ആവും എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോ ഒന്നും അറിയില്ല, ഒരു വിവരവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വി ആർ വെയിറ്റിംഗ്. അതെ, ഈ ഖത്തറിലുണ്ടായ മിസൈൽ ആക്രമണം അറിഞ്ഞു കാണുമല്ലോ. അവിടെ എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി എന്തെങ്കിലും താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? നിലവിൽ അപായമൊന്നും ഇല്ല എന്നുള്ള വിവരമാണ് അറിയുന്നത്. ഇതിനകത്തൊന്നും ഒന്നുമില്ല. പക്ഷെ പുറത്തുനിന്ന് ആളുകള് വീഡിയോ എല്ലാം അയച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ആളുകൾ ഫ്ലാറ്റിനകത്ത് പുറത്തുനിന്ന് പോകുന്നതും മിസൈൽ എന്തൊക്കെ ലൈറ്റുകൾ വരുന്നതും ഡ്രോൺ വരുന്നതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട്. അത് കാണുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും ഇതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും അറിയാനില്ല. ഇവിടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റ്സ് എല്ലാം കംപ്ലീറ്റ് സ്റ്റക്കാണ്. എയർപോർട്ടിനകത്ത് യാതൊരു തരത്തിലുള്ള ചലനങ്ങളും ഇല്ല. കംപ്ലീറ്റ് നിശ്ചലമായിട്ടുള്ള ഒരവസ്ഥയാണ് കാണുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. അതെ, ഈ വ്യോമഗതാഗതം പൂർണ്ണമായി താറുമാറായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വിമാനങ്ങളെല്ലാം തിരിച്ചു വിളിക്കുന്നു, റദ്ദാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ അനിശ്ചിതത്വം തന്നെ സൃഷ്ടിക്കുമല്ലേ? താങ്കളെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. എന്താ ചെയ്യുന്നത്? എല്ലാവരും, ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ, എല്ലാ മനുഷ്യരും ഓരോരുത്തർ തിരക്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവുമ്പോ വി ഹാവ് ടു അഡ്ജസ്റ്റ്. അല്ല അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് അത്രേ ഉള്ളൂ, വേറൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോ എന്താണ്, എപ്പോഴാണ് ഞാൻ അനൗൺസ് ചെയ്യുക, എന്താണെന്നുള്ള അറിയില്ല. വി ആർ വെയിറ്റിംഗ്, ദാറ്റ്സ് ഓൾ. കുടുംബമായിട്ടാണോ പോയത്? അല്ല, ഒറ്റയ്ക്കാണ്. ഞാൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവിടെ ഒരു അങ്ങനെ വന്നതാ. ഡയസ്പോറ ഓഫ് മലപ്പുറം എന്ന് പറയുന്ന ഡോം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഈ ഖത്തറിൽ പരിചയമുള്ള മലയാളികളൊക്കെ ഉണ്ടാകും. അവരൊക്കെ സുരക്ഷിതരാണോ? അവരൊക്കെ ബന്ധപ്പെട്ടിരുന്നു? ഇഷ്ടംപോലെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് അവരവരുടെ വീടുകളിൽ ചെല്ലാൻ വേണ്ടി പറയുന്നുണ്ട്. ഹോട്ടലിൽ അറേഞ്ച് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു അനൗൺസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് എത്താമല്ലോ എന്ന് വിചാരിച്ചു ഇരിക്കുന്നു. അതിനുശേഷം ഇല്ലെങ്കിൽ പിന്നെ പുറത്തു പോയിട്ട് എപ്പോഴാണോ ഫ്ലൈറ്റ് ഉള്ളത് ആ സമയത്ത് പോകുന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ എത്ര മണിക്കൂറായി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ ഞാനിവിടെ 6 മണിക്ക് വന്നതല്ലേ, 6 മണിയായി. ഇപ്പോ 9:30 കഴിഞ്ഞില്ലേ, 9:40 ആയി. അപ്പൊ അത്രയും സമയമായി, 3.25 മണിക്കൂറായി. അവിടെ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ വ്യോമപാത അടച്ചു എന്നുള്ള വിവരം അറിഞ്ഞതല്ലേ? ബോർഡിങ്ങിന്റെ സമയത്ത് തൊട്ട് മുമ്പാണ് അറിഞ്ഞത്. ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അവിടെ? ഭക്ഷണം, വെള്ളമൊക്കെ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമായിരിക്കും. യെസ്, എക്സാക്ട്ലി, അത് മാത്രമാണ്. ഫ്ലൈറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പോവാം, ഇല്ലെങ്കിൽ ഇനി റൂം എവിടെയെങ്കിലും നോക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോകാനുള്ള സംവിധാനം അനുവദിക്കുകയാണ്, പുറത്തു പോകാം. അത്രേ ഉള്ളൂ. എന്താണോ വരുന്നത് അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതെ, ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? ഖത്തറിൽ നടന്ന മിസൈൽ ആക്രമണത്തിന്റെ സുഹൃത്തുക്കളൊക്കെ അയച്ചെന്ന് പറഞ്ഞല്ലോ. കണ്ടു. എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ബിയോണ്ട് അവർ കൺട്രോൾ. നമ്മുടെ കൺട്രോളിലല്ലല്ലോ കാര്യങ്ങളൊന്നും. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണോ വരുന്നത് അത് അനുഭവിക്കുക, അത്രേ ഉള്ളൂ. തീർച്ചയായും. അപ്പൊ എന്തായാലും താങ്കൾ ഖത്തറിലെ വിമാനത്താവളത്തിലാണോ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്. എന്തായാലും വളരെ പെട്ടെന്ന് നാട്ടിലോട്ട് തിരിച്ചെത്താൻ സാധിക്കട്ടെ. സന്തോഷം. താങ്ക് യു സോ മച്ച്.
മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് നമുക്കൊപ്പം ചേർന്ന്. അദ്ദേഹം ഖത്തറിലെ വിമാനത്താവളത്തിലാണ് ഉള്ളത്. അവിടെ വൈകുന്നേരം 6 മണിക്ക് നാട്ടിലോട്ട് വരാൻ വേണ്ടി വിമാനത്താവളത്തിൽ എത്തിയതാണ്. പക്ഷേ തിരിച്ചു വരാൻ സാധിച്ചില്ല. അപ്പോഴാണ് 6 മണിക്ക് അവിടെ എത്തിയപ്പോഴാണ് ഈ വിമാനത്താവളം അടച്ചു എന്നുള്ള വിവരം അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു അവിടെ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എന്തെങ്കിലും ഒരു നിർദ്ദേശം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴും വിമാനത്താവളത്തിൽ അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹത്തോടൊപ്പം നിരവധി മലയാളികളുണ്ട്. നാട്ടിലോട്ട് വരാൻ വേണ്ടി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുണ്ട്. ഇപ്പോൾ മണിക്കൂറുകളായി ഖത്തറിലെ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് മജീഷ്യൻ മുതുകാടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹമാണ് നമ്മളോട് അല്പസമയം മുൻപ് പ്രതികരിച്ചത്. നാട്ടിലേക്ക് മടങ്ങാൻ വിമാനത്താവളത്തിലെത്തിയതിന് പിന്നാലെയാണ് ഈ വ്യോമപാത അടച്ചതെന്നാണ് പറയുന്നത്. ഒപ്പം ഈ അരണ്ട വെളിച്ചം മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. സുഹൃത്തുക്കളും പരിചയമുള്ളവരും എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു. താൻ നേരിട്ട് കണ്ടിട്ടില്ല, അതായത് അവിടുത്തെ ആ ആക്രമണം നടന്നതൊന്നും കണ്ടിട്ടില്ല. തനിക്ക് സുഹൃത്തുക്കൾ എല്ലാവരും ഫോൺ വഴി ദൃശ്യങ്ങൾ അയച്ചു തന്നു എന്നാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞത്. അഭിലാഷ്,